ജുമ മുബാറക്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പോയിട്ട് വരാം. പള്ളി കുറച്ച് ദൂരത്തായതുകൊണ്ട് ടാക്സി അടിച്ച് കണ്ടാ പോണത്. ഒറ്റക്ക് പോകണ്ടല്ലോ, പോണ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ പെറുക്കി പോകണ്ട. ആരാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഈ ചിരിച്ചൊരു ചാർലി ലുക്കിൽ വൈബിൽ ഉഡീസൊക്കെ ഇട്ട് കണ്ടു വരുന്ന ചെങ്ങായിയാണ്. പാവം ചെക്കന. ഞാൻ വന്ന മുതൽ എനിക്കിവിടെ കുമ്മിങ്ങിലിന്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ വി വിൽ റീച്ച് ഓൺ ദ ടൈം ഓർ നോട്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ റോഡ് ഞാൻ മറക്കില്ല. കാരണം ഇവിടെ നിന്നാണ് എനിക്ക് വണ്ടി അടിച്ച് ചെയ്യുന്ന സമയത്ത് ഫൈൻ അടിച്ചത്. അതിൻ്റെ ഇടയിൽ ശ്വേത പറയുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് മീൻ. പെട്രോൾ വന്ന നേരം വഴിക്കുന്നു വിചാരിച്ചിട്ടാണ് ഓടി പിടിച്ചിങ്ങനെ ടാക്സി എടുത്തത്. അങ്ങനെ ടാക്സി എത്രയും വഴങ്ങുന്ന തന്നെ നേരത്തെ എത്തും ചെയ്തിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഓടി പിടിച്ച് വരാൻ കാരണം എന്തായിരുന്നു, തൊട്ടടുത്ത് വേറെ പള്ളി ഇല്ലാണ്ടല്ല. എന്നാൽ അവിടുന്ന് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇമാമും ഞാനും തമ്മിൽ നല്ലൊരു കണക്ഷൻ. ഞാൻ എത്ര വർഷം മുന്നേ വന്നിരുന്ന 6 വർഷം മുന്നേ വന്നിരുന്ന പള്ളിയാണ്. ഒരു മാറ്റമല്ല, പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും. പള്ളിക്ക് വരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താ പറഞ്ഞുതരാം. ഈ ഉമ്മമാർ ഇവിടെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ ഭക്ഷണവും ഈ വെള്ളക്കുപ്പികളും എല്ലാ സംഭവങ്ങളും നമുക്ക് നിസ്കാരം കഴിയുമ്പോൾ കിട്ടും. അത് മാത്രമല്ല വേറൊരു സംഗതി കൂടെ ഉണ്ട്. അതെല്ലാം പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ, നമ്മൾ വന്ന പരിപാടി നിസ്കരിക്കലാണ്. അത് ആദ്യം ചെയ്യട്ടെ. തൊപ്പിയെടുക്കാൻ മറന്നു ഇതിൽ ചെറിയൊരു സങ്കടം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അൻസോലോ അല്ലെങ്കിൽ മറ്റുള്ള സിറ്റികളിലൊക്കെ എല്ലാ പോലെ തന്നെയാണ് ഈ പള്ളി. ഈസ് മുസ്ലിംസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയൂടെയാണിത്. അങ്ങനെ നിസ്കാരം കാര്യങ്ങളും കഴിഞ്ഞാൽ പുറത്തിറങ്ങി. ഒരുപാട് ആളുണ്ടായതുകൊണ്ട് ഞാൻ പതുക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുള്ളൂ. കാരണം ആ തിക്കും തിരക്കും കാര്യങ്ങളെല്ലാം ഒഴിവാക്കും ചെയ്യും. കാരണം ഇങ്ങനെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. കുത്തുബിയും കാര്യങ്ങളും അറബിയിലാണോ ചൈനീസിലാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. വേണ്ട, കുത്തുബിയും കാര്യങ്ങളും എല്ലാം അറബി. 2019 ഏകദേശം ഒരു 6-7 മാസത്തോളം ഞാൻ ഇവിടെയാണ് ഫ്രൈഡിൽ ചുമ കൂടിയിട്ടില്ല. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം അടിപൊളി വൈബാ. നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കിട്ടും, അതുപോലെ പൈസയും കിട്ടും. പൈസ എങ്ങനെ കിട്ടുന്നില്ലേ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. കാര്യങ്ങൾ അറിയണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.